എല്ലാവർക്കും നമസ്കാരം. ടോസ് അക്കാഡമിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. 2023 ഡിസംബർ 29 നടന്ന കേഡറ്റ് പരീക്ഷയുടെ കാറ്റഗറി 1 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അല്ലെങ്കിൽ ടെന്റേറ്റീവ് ആൻസർ കീ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഞാനിന്ന് പ്രസന്റ് ചെയ്യുന്ന ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വേർഷൻ സി ആണ്. ഓക്കെ, വേർഷൻ സി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എ ആയിരിക്കാം, ബി ആയിരിക്കാം, ഡി ആയിരിക്കാം. ക്വസ്റ്റ്യൻസ് നോക്കി നിങ്ങൾക്ക് ആൻസേഴ്സ് നോക്കാം. ടെന്റേറ്റീവ് ആൻസർ കീ ആണ്. ഒഫീഷ്യൽ ആൻസർ കീക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫൈനലി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിലും ഏകദേശം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അറിയാനായിട്ട് സാധിക്കും. ചോദ്യങ്ങളിലൂടെ പോകാം. ഒന്നാമത്തെ ചോദ്യം, സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത്? ഓപ്ഷൻ എ, അവർക്ക് എല്ലായ്പ്പോഴും ഉയർന്ന ബുദ്ധിശക്തി ആയിരിക്കും. ഓപ്ഷൻ ബി, മിക്ക കുട്ടികളുടെയും പഠന നിലവാരം മോശമായിരിക്കും. ഓപ്ഷൻ സി, മിക്ക കുട്ടികളുടെയും അഭിലാഷത്തിന്റെ തലം അല്ലെങ്കിൽ ലെവൽ ഓഫ് ആസ്പിരേഷൻ കുറവായിരിക്കും. ഓപ്ഷൻ ഡി, മിക്ക കുട്ടികൾക്കും പ്രചോദനം കുറവായിരിക്കും. അതായത് സോഷ്യലി ബാക്ക്വേർഡ് അല്ലെങ്കിൽ സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഓപ്ഷൻ എയും ബിയും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു കൺഫേം ചെയ്ത് എല്ലാവരുടെയും കേസിൽ ഒരുപോലെ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എല്ലാവർക്കും എപ്പോഴും ഉയർന്ന ബുദ്ധിശക്തി ആയിരിക്കണം എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എല്ലാവരുടെയും പഠന നിലവാരം മോശമായിരിക്കുമെന്നും പറയാൻ പറ്റില്ല. അപ്പം ബിയും സിയും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, അളക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്, ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ നോക്കുമ്പോൾ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ഈ രണ്ടെണ്ണമാണ് നമുക്ക് ഇതിൽ റൈറ്റ് ആയിട്ട് വരുന്നത്. അതായത് മിക്ക കുട്ടികളുടെയും ലെവൽ ഓഫ് ആസ്പിരേഷൻ കുറവാകാൻ ഒരു സാധ്യതയുണ്ട് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട്. അതുപോലെ തന്നെ മോട്ടിവേഷനും കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ് നമുക്ക് ടെന്റേറ്റീവ് ആയിട്ട് റൈറ്റ് ആൻസർ ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, LAD ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, യൂണിവേഴ്സൽ ഗ്രാമർ എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചതാര്? ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, നോം ചോംസ്കി. നിങ്ങൾ ടോസ് അക്കാഡമിയുടെ സൗജന്യ ഹാൻഡ് ബുക്ക് ക്യാപ്സ്യൂൾ നോട്ട്സ് മേടിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആ ഒരു ബുക്കിൽ നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്യാപ്സ്യൂൾ നോട്ടിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് പർച്ചേസ് ചെയ്തിരുന്ന എല്ലാവർക്കും ഇത് ആ ഒരു സെഷൻ എക്സാമിന് സ്കോർ ചെയ്യുന്നതിന് ഒരുപാട് യൂസ്ഫുൾ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, അസുഖം കാരണമാണ് പരീക്ഷയ്ക്ക് ജയിക്കാൻ സാധിക്കാത്തത് എന്നൊരു കുട്ടി പരാതി പറയുന്നു. ഇവിടെ കുട്ടി ഏത് പ്രതിരോധ തന്ത്രമാണ് ഉപയോഗിച്ചത്? അതായത് ഒരു കാരണം കണ്ടെത്തി യുക്തീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതും ഹാൻഡ് ബുക്കിൽ തന്നിരുന്നു, ഡിഫൻസ് മെക്കാനിസം. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്, റാഷണലൈസേഷൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വിദ്യാർത്ഥി ആദ്യം പൊതുവായ വസ്തുക്കൾ പഠിക്കുകയും പിന്നീട് പ്രത്യേകമായ വസ്തുക്കളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇത് ഏത് തരം യുക്തിചിന്തയാണെന്നാണ്? അതായത് നമുക്ക് കറക്റ്റ് അറിയാം, ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയുന്ന ഒരു വേ ഓഫ് തിങ്കിങ് ആണ് ഇവിടെ വരുന്നത്. ജനറൽ ടു സ്പെസിഫിക് വരുന്നത് ഡിഡക്റ്റീവ് തിങ്കിങ്ങിലാണ്. അപ്പോൾ ഇതും നമുക്ക് നമ്മുടെ ഫ്രീ സെഷൻസിൽ നിന്ന് നമുക്ക് ആൻസർ ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ നോട്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമായിരുന്നു. ദെൻ അപ്പോൾ ഇതിന് ഓപ്ഷൻ ബി ആണ് ഫോർത്ത് ക്വസ്റ്റ്യൻ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ടീച്ചർ കുട്ടികളോട് താൻ പഠിപ്പിച്ച ഒരു കഥയെ അടിസ്ഥാനമാക്കി ഒരു നാടകം അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. ഇവിടെ ഏത് പഠന രീതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഇവിടെ പ്രവർത്തനാധിഷ്ഠിതം, ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് അപ്രോച്ച് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, നന്നായി പാട്ടും നൃത്തവും ചെയ്യുന്ന ഒരു കുട്ടി ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി അനുസരിച്ച് ഏതൊക്കെ ബുദ്ധിയാണ് പ്രകടിപ്പിക്കുന്നതെന്നാണ്. പാട്ടും നൃത്തവും ഉണ്ട്, അപ്പോൾ അതവിടെ സംഗീതപരവും ശാരീരിക ചലനപരവുമായിട്ടുള്ള ബുദ്ധിയാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി ഏഴാമത്തേത്, താഴെ പറയുന്നതിൽ സെഫലോകോഡൽ തത്വവുമായി ബന്ധപ്പെട്ട ഏത്? സെഫലോകോഡൽ തത്വം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ടാണ് വരുന്നത്. ഡെവലപ്മെന്റൽ പ്രിൻസിപ്പിൾസിൽ പെടുന്നതാണ്. സെഫലോകോഡൽ എന്ന് പറയുമ്പോൾ ഹെഡ് ടു ഫൂട്ട് എന്നാണ് പറയുന്നത്. അതായത് ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ഹെഡ് ടു ടോ എന്ന് പറയുന്നതാണ് റൈറ്റ് ആൻസർ. അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. എട്ടാമത്തേത് ഇതും ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ
നമ്മുടെ ഹാൻഡ് ബുക്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമായിരുന്നു. എട്ടാമത്തേത്, ഭിന്നശേഷിക്കാരുടെ തുല്യ അവസരത്തിനും അവകാശത്തിനും വേണ്ടി 95-ൽ അംഗീകരിച്ച നിയമം തിരഞ്ഞെടുക്കുക. നമ്മൾ കൃത്യമായിട്ട് ബുക്ക്ലെറ്റിൽ മാർക്ക് ചെയ്തിരുന്നു. ഓപ്ഷൻ സി PWD ആക്ട് ആണ് 1995-ൽ മുന്നോട്ട് വന്നത്. ഭിന്നശേഷിക്കാരുടെ തുല്യ അവസരത്തിനും അവകാശത്തിനും വേണ്ടി വന്നിട്ടുള്ള ആക്ട്. അപ്പോ എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി 9, മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ മൂന്നാമതായുള്ള തലത്തിൽ വിശദീകരിച്ചിട്ടുള്ള ആവശ്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ശാരീരിക ആവശ്യം, ഓപ്ഷൻ ബി സെൽഫ് എസ്റ്റീം നീഡ്, ഓപ്ഷൻ സി ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്, ഓപ്ഷൻ ഡി സേഫ്റ്റി നീഡ് ആണ് വരുന്നത്. ആൻസർ വരുന്നത് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ് ആണ്. 9ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ സി, തേർഡ് ലെവലാണ് ചൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി 10ാമത്തെ ചോദ്യം, പരിശീലനം കൊണ്ട് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന താരതമ്യേന സ്ഥിരമായ പെരുമാറ്റം, ലേണിംഗ് ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 11ാമത്തെ ചോദ്യം, ഡൈവേർജന്റ് ചിന്തയിൽ ഓപ്ഷൻ എ കുട്ടി ഒരു പരിഹാര മാർഗം മാത്രം കണ്ടെത്തുന്നു, ഓപ്ഷൻ ബി കുട്ടിക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല, ഓപ്ഷൻ സി കുട്ടി സങ്കീർണമായ ഉത്തരങ്ങൾ കണ്ടെത്തുന്നു, കുട്ടി പരിഹാരത്തിനായി പല രീതികൾ ഉപയോഗിക്കുന്നു എന്നതാണ്. ഡൈവേർജന്റ് തിങ്കിങ് ആണ് വരുന്നത്. ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം സൊല്യൂഷൻസിൽ എത്തിച്ചേരുന്ന ഒരു പ്രക്രിയയാണ്. ഇതിന് ആക്ച്വലി ഒരു ഒറ്റ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് പരിഹാരത്തിനായി പല രീതികൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ പല ഉത്തരങ്ങളിൽ എത്തിച്ചേരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഉത്തരങ്ങൾ സങ്കീർണമാകാൻ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തില് പല പരിഹാര രീതികൾ ഉപയോഗിക്കുന്നത് കൊണ്ടും സങ്കീർണമായ ഒരു മെത്തേഡ് ആയതുകൊണ്ടും കുട്ടിക്ക് പരിഹാരം ചിലപ്പോൾ കണ്ടെത്താൻ സാധിച്ചു എന്നും വരത്തില്ല. അങ്ങനെ മൂന്നൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് ബിയും സിയും ഡിയും നമുക്ക് ഇതിന് ചേരുന്ന രീതിയിൽ പറയാനായിട്ട് പറ്റും. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി മാത്രമാണ് ഇതിന് ഏറ്റവും സ്യൂട്ടബിള്. അങ്ങനെ ഒരു ആൻസർ ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഓപ്ഷൻ ബിയും സിയും ഡിയും ആണ് ഇവിടെ ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. കാരണം ബാക്കി 3 എയും ബിയും സിയും ഒറ്റപ്പെട്ട ഒരു ഉത്തരങ്ങളാണ്. നമുക്ക് റൈറ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ അല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 12, ലിംഗനിഷ്പക്ഷ സ്കൂളുകളുടെ രൂപീകരണത്തിന് ഇപ്പോൾ വളരെയധികം പ്രാധാന്യം നൽകുന്നു. ഇത് എന്ത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്? അതായത് ജെൻഡർ ന്യൂട്രൽ സ്കൂൾസ് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ്? ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ദെൻ ഒരു കുട്ടിക്ക് 13ാമത്തെ ചോദ്യം, ഒരു കുട്ടിക്ക് കണക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. ഇത് ഏത് തരം പഠന വൈകല്യമാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതും ഹാൻഡ് ബുക്കിൽ ഉണ്ടായിരുന്നു. ഡിസ്കാൽക്കുലി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 14, താഴെ പറയുന്ന മാർഗങ്ങളിൽ കുട്ടികളെ സ്കൂളുകളിൽ വിജയിക്കാൻ സഹായിക്കുന്ന രീതികളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അധ്യാപന പഠന പ്രക്രിയ രസകരമാക്കുക, ഒഴിവു സമയം നൽകുക, പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സമയം നൽകുക, സ്വയം പഠനത്തിനുള്ള അവസരങ്ങൾ നൽകുക. ഇത് 4ഉം സ്യൂട്ടബിൾ ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 5, മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു കുട്ടിയുടെ വികസനത്തിന്റെ എല്ലാ വശങ്ങളും മൂല്യനിർണ്ണയം നടത്തുന്നു. ഈ മൂല്യനിർണ്ണയ പ്രക്രിയ അറിയപ്പെടുന്നത് നോക്കുക. ഇംഗ്ലീഷ് ഇങ്ങോട്ട് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഉത്തരങ്ങളിലേക്ക്. ഇൻ മോസ്റ്റ് ഓഫ് ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എ സ്റ്റുഡന്റ് ഈസ് ഇവാലുവേറ്റഡ് ഓൺ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും CCE ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. അടുത്തത്, വായന ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കുട്ടിക്ക് താഴെ പറയുന്നവയിൽ ഏത് രീതി സ്വയം തിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും? വായന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഡിസ്ലെക്സിയാണ് വരുന്നത്. ഡിസ്ലെക്സിയക്കാർക്ക് വരുന്നത് റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിംഗ് ക്ലിപ്സ് അതൊക്കെയാണ് കേൾപ്പിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 17, താഴെ പറയുന്നവയിൽ പഠനത്തെ സ്വാധീനിക്കുന്ന മാനസികമായ ഘടകം ഏതെന്നാണ്? പ്രചോദനം, മോട്ടിവേഷൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 18, പഠനം ഒരു സാമൂഹിക പ്രവർത്തനമാണ്, ഒരു സോഷ്യൽ ആക്ടിവിറ്റി ആണ്. താഴെ പറയുന്നവയിൽ പഠനം കൊണ്ട് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് എന്തെല്ലാം? കോപ്പറേഷൻ, ട്രസ്റ്റ്, റെസ്പെക്ട്, ഓൾ ദ എബോവ്. ഇതെല്ലാം ആൻസർ ആണ്. 19, വൈകല്യത്തിന്റെ കാരണങ്ങൾ പാരമ്പര്യമോ പാരിസ്ഥിതികമോ ആകാം. ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റൽ. സോ
വൈകല്യത്തിന് കാരണമാകുന്ന പാരിസ്ഥിതിക ഘടകം തന്നിരിക്കുന്നവയിൽ ഏത്? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് ചോദിക്കുന്നത്. അത് ഡിസീസസ് ആണ്, രോഗങ്ങളാണ്. അടുത്തത്, ഒരു ടീച്ചർ ക്ലാസ്സിൽ ഒരു പുതിയ പ്രശ്നം നൽകിയപ്പോൾ ഒരു കുട്ടിക്ക് അത് പരിഹരിക്കാൻ സാധിച്ചില്ല. കാരണം അവന്റെ അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ മുൻപ് അതുപോലൊരു പ്രശ്നം പരിഹരിക്കാൻ ഉപയോഗിച്ച അതേ മാനസിക പ്രവർത്തനങ്ങളാണ് ആ കുട്ടിയുടെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്ന പരിഹാര തടസ്സത്തിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ആളുടെ മെന്റൽ സെറ്റ് ആണ് ഇവിടെ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്, മാനസിക ചട്ടക്കൂട്. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 21. പിയാഷയുടെ അഭിപ്രായത്തിൽ ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ യുക്തിപൂർവ്വം ചിന്തിക്കുന്നതും അമൂർത്തമായി ചിന്തിക്കുന്നതും? ഹാൻഡ് ബുക്കിലെ തന്നിരിക്കുന്ന പ്രത്യേകം ജീൻ പിയാഷയുടെ കാര്യം എടുത്തു പറഞ്ഞിരുന്നു, ചുവർ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞ്. അബ്സ്ട്രാക്ട് തിങ്കിങ് വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അധ്യാപകൻ ക്ലാസ്സിൽ ഒരു ഗൂഢ പ്രശ്നം ചോദിച്ചപ്പോൾ എല്ലാ കുട്ടികളും അതിന്റെ ഉത്തരം ആലോചിച്ചു. എന്നാൽ ഒരു കുട്ടി പെട്ടെന്ന് അതിന്റെ ഉത്തരം പറഞ്ഞു. ഇത് ഏത് പഠന സിദ്ധാന്തത്തിന് ഉദാഹരണമാണ്? സഡൻ റെസ്പോൺസ് വരുന്നത് ഉൾക്കാഴ്ച പഠനത്തിലാണ്, ഇൻസൈറ്റ് ലേണിംഗിലാണ്. 23. വ്യക്തിത്വത്തിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് കൊണ്ടുവന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇതും ഹാൻഡ് ബുക്കിലെ ചോദ്യമാണ്. 24. തന്റെ മകൾക്ക് അല്ലെങ്കിൽ മകന് നൃത്തം ചെയ്യാനുള്ള അഭിരുചി ഉണ്ടെന്ന് മനസ്സിലാക്കിയത് രക്ഷകർത്താവ് അവളെ നൃത്തം അഭ്യസിപ്പിക്കുകയും അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ആ മേഖലയിൽ പ്രശസ്തി കൈവരിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഏതൊക്കെ ഘടകങ്ങളാണ് കുട്ടിയുടെ വിജയത്തിന് സഹായകമായതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഭിരുചി ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവിടെ ഒരു പാരമ്പര്യ ഘടകമുണ്ട്. അതോടൊപ്പം ഇവിടെ ഒരു എൻവയോൺമെന്റിൽ ഒരു സപ്പോർട്ട് വരുന്നുണ്ടല്ലോ. അവന്റെ കുടുംബാന്തരീക്ഷം അത് ഓക്കെയാണ്, അവന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഓക്കെയാണ്. അപ്പോൾ ഓപ്ഷൻ ബി പാരമ്പര്യവും പാരിസ്ഥിതികവുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 23. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റേത്? തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ഗ്രേഡിംഗുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ തെറ്റായിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ എ, ഗ്രേഡിംഗ് കുട്ടികളുടെ മൂല്യനിർണ്ണയത്തിന് സഹായിക്കുന്നു. കറക്റ്റ് ആണ്. ഗ്രേഡിംഗ് കുട്ടികളുടെ പ്രകടനങ്ങൾ വിലയിരുത്താൻ സഹായിക്കുന്നു. കറക്റ്റ് ആണ്. ഗ്രേഡിംഗ് കുട്ടികളുടെ നേട്ടം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. കറക്റ്റ് ആണ്. ഗ്രേഡിംഗ് കുട്ടികളുടെ ഇടയിൽ അനാവശ്യ മത്സരം ഉണ്ടാക്കുന്നു. അപ്പൊ തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. പാവ്ലോവിന്റെ പൗരാണിക അനുബന്ധനത്തിന് ശേഷം ബെല്ലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉമിനീർ ഉണ്ടാകുന്നത് എന്താണെന്നാണ്. ഇവിടെ ഉമിനീർ എപ്പോഴും ഒരു റെസ്പോൺസ് ആണ്. ഇനി അനുബന്ധനത്തിന് ശേഷം, കണ്ടീഷനിങ്ങിന് ശേഷം ഉമിനീർ എന്താണ് എന്നാണ് ചോദ്യം. കണ്ടീഷനിങ്ങിന് ശേഷം ഉമിനീർ ഒരു കണ്ടീഷന്റെ റെസ്പോൺസ് ആണ്. അപ്പൊ അനുബന്ധിത പ്രതികരണമാണ്. ബി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ലാസ്റ്റ് ഫ്യൂ ആൻസേഴ്സ്. ബുദ്ധിമാപനം 130 മുകളിലുള്ള കുട്ടി അറിയപ്പെടുന്നത് പ്രതിഭാധനൻ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ചൈൽഡ് എന്നാണ്. 28. പ്രവർത്തിച്ചു പഠിക്കുക എന്നതിലൂടെ സ്വന്തം താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച്, വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ്. ഇനി ഫൈനലി 29. ക്ലാസ് മുറിയിലും കളിസ്ഥലത്തും കുട്ടികളുടെ പെരുമാറ്റം പഠിക്കുന്നതിന് വേണ്ടി ഒരു അധ്യാപകന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫലപ്രദമായ രീതി. അവിടെ ഒരു കളിസ്ഥലത്തൊക്കെ എപ്പോഴും ഒബ്സർവേഷൻ ആണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒബ്സർവേഷൻ ആണ് ഏറ്റവും സ്യൂട്ടബിള്. ഇനി 30. ബ്രൂണറുടെ അഭിപ്രായത്തിൽ ഏത് ഘട്ടത്തിലാണ് കുട്ടിവസ്തുക്കളെ മനസ്സിൽ രൂപങ്ങളായിട്ട് ആവിഷ്കരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. മെന്റൽ റെപ്രസെന്റേഷൻ, മെറ്റീരിയൽസ് മെന്റലി റെപ്രസെന്റ് ചെയ്യുന്നത് ഐക്കോണിക് സ്റ്റേജിലാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആൻസേഴ്സ് വരുന്നത്. വളരെ സിമ്പിൾ ആയിരുന്നു. പ്രത്യേകിച്ച് ടോസ് അക്കാഡമിയുടെ ഹാൻഡ് ബുക്കുകളും യൂട്യൂബ് സെഷൻസും മേടിച്ച് സൗജന്യമായിട്ട് വാങ്ങിയവർക്ക് തീർച്ചയായിട്ടും പാസ്സാവാം. അപ്പോ ഉറപ്പിച്ച് പറയാം, ഇവിടെ കോച്ചിങ് എടുത്തിരിക്കുന്നവർക്ക് എത്രമാത്രം എക്സാം ഈസി ആകുമെന്ന്. സൈക്കോളജിയുടെ കാര്യത്തിൽ എക്സാം വളരെ ഈസി ആയിരുന്നു. ബാക്കി സബ്ജക്റ്റുകളുടെ ടെന്റേറ്റീവ് ആൻസർ കീ അക്കാഡമിയോട് തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.